ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സെന്റ് ആന്റണീസ് ഫൊറോന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ വരുന്ന 3-ാം തീയതി ഞായറാഴ്ച ഉള്ളിൽ നടക്കുന്ന 2-3 കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാനാണ്. ഇന്ന് ഇടവക ദിനമാണ്. മറ്റൊന്ന് മെഗാ മാർഗംകളി. മുഖ്യ അതിഥിയായിട്ട് വരുന്നത് രാമനാഥപുരം രൂപതയുടെ പത്രാനായ മാർ പോൾ ആലപ്പാട്ട് പിതാവാണ്. പിതാവ് 5 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. തുടർന്ന് 6 മണിക്ക് പള്ളി ഗ്രൗണ്ടിലെ മെഗാ മാർഗംകളി, 6 മണിക്ക് പന്തൽകാളിൽ വെച്ച് ഇടവകദിന സമ്മേളനമാണ്. ഇടവകയിലെ 3000 കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ്. അതുപോലെ തന്നെ ഈ ഇടവക ദിനം ഇടവകയുടെ ഒരു കുടുംബ ദിനം കൂടിയായിട്ട് ആചരിക്കുന്നു. അതിന്റെ വിവിധ മത്സരങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അവർക്കുള്ള സമ്മാനദാനം മറ്റുമൊക്കെ ഈ ദിവസം നൽകുന്നതാണ്. മറ്റു വിവരങ്ങള് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ നൽകും. ഇവിടെ ഞാൻ ഫാദർ വർഗീസ് കൂത്തു, ജോഫി ചർമ്മല് ഇപ്പോഴത്തെ ട്രസ്റ്റിയാണ്, ദേവി പോൾ പടിക്കല കുടുംബ കൂട്ടായ്മയുടെ കേന്ദ്ര സമിതി കൺവീനറാണ്, ജസ്റ്റിൻ പേരുട്ടി പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്, എൻസി വിൽസൺ പ്രോഗ്രാം കൺവീനറാണ്. ദേവി ഒന്ന് ഈ ഇടവകയോടനുബന്ധിച്ച് ഈ 3000 കുടുംബങ്ങളിൽ നിന്നും 5 മേഖല തിരിച്ച് കല, കായിക, സാഹിത്യ മത്സരങ്ങൾ നടത്തി. അതിലെ വിജയികളെ ഇടവകാടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തി. ആ വിജയികളെയാണ് 3-ാം തീയതി നമ്മൾ ആചരിക്കുന്നത്. ഈ ഇടവക ദിനത്തോടനുബന്ധിച്ച് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി 2 ഭവനങ്ങൾ വലിയൊരു ഇടവകയിലെ സാധുക്കൾക്കായിട്ട് നിർമ്മിച്ച് കൊടുക്കുന്നതാണ്. അതിന്റെ സ്ഥലമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇടവക ദിനത്തിനോട് അനുബന്ധിച്ച് തന്നെ താക്കല്ലിട്ട് പണി തുടങ്ങുന്നതാണ്. ഇടവക ദിനം നടത്തുന്നതിന്റെ മുഖ്യ ആശയം തന്നെ ഇടവക കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. വലിയ ഇടവകയായതുകൊണ്ട് പല നല്ല വിസ്തീർണത്തിൽ കിടക്കുന്ന കുടുംബങ്ങൾ, പല സ്ഥലങ്ങളിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ ഒത്തുചേർന്നുകൊണ്ട് പള്ളിയുടെ തിരുവനന്തപുരമായ ഗ്രൗണ്ടിൽ മാർഗംകളിക്ക് വരുന്നു. കലാ കായിക മത്സരങ്ങൾക്കൊക്കെ അവിടെ ഒത്തുചേരുന്നു. എല്ലാവരും ഒരു സൗഹൃദ പങ്കുകളിൽ കൂടിയായിട്ടാണ് ഞാൻ ഈ ഇടവക ദിനം ഉദ്ദേശിക്കുന്നത്. ഞാൻ കൺവീനറാണ്. മാർഗംകളിയെ പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്തീയ സഭയുടെ സാംസ്കാരിക ബന്ധത്തിൽ അലിഞ്ഞു ചേർന്ന മനോഹരമായ ഒരു കലാരൂപമാണ് മാർഗംകളി. മറ്റുള്ള സ്ത്രീകളുടെ കേരളാക്രമണവും അതിന്റെ ക്രിസ്തുമത്തെ പ്രചരിപ്പിക്കുന്ന പാരമ്പര്യവും ക്രിസ്തുമത്തിന്റെ പ്രചരണവുമാണ് മാർഗംകളിയുടെ ഇതിലുള്ള 15 മുതൽ 65 വയസ്സ് വരെയുള്ള വൈദ്യുതികളെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ അവതരിപ്പിക്കാൻ പറ്റിയതിന് ഞങ്ങൾ ഏറെ അഭിമാനവും ഏറെ സന്തോഷവും പ്രകടിപ്പിക്കുകയാണ്. ചോദിക്കാനുണ്ടെങ്കിൽ 5 മണിക്ക് വിശുദ്ധ കുർബാന പള്ളിയില്, തുടർന്ന് 6 മണിക്ക് പള്ളി ഗ്രൗണ്ടില് മെഗാ മാർഗംകളി. മെഗാ മാർഗംകളിയുടെ പ്രത്യേകത എല്ലാവരും മാർഗംകളിയുടെ കോസ്റ്റ്യൂംസ് ധരിച്ചിട്ടാണ് എന്നുള്ളതാണ്. മറ്റു പലയിടത്തും വലിയ നമ്പറുകളൊക്കെ ഉണ്ട്, പക്ഷെ അതനുസരിച്ചിട്ടുള്ള ചുരിദാർ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് മാർഗംകളിയുടെ കോസ്റ്റ്യൂംസ് ആണ്. പള്ളി അത് കൊടുത്തിട്ടാണ് ഈ 500 പേരും അണിനിരക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ അതിന്റെ പ്രാക്ടീസ് നടക്കുക. എത്ര സമയം? അതൊരു 15-20 മിനിറ്റിന്റെ ഇടയിലാണ് വരിക. ചെറിയ ഇൻട്രൊഡക്ഷൻ, പിന്നെ ദീപം തെളിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പേര്
മാർഗംകളിയുടെ കോസ്റ്റ്യൂംസ് ധരിച്ചിട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ നല്ലൊരു റെക്കോർഡാണ്. നമ്മളത്ര ആ തരത്തിലൊന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ വലിയ നമ്പർ 500 പേര് ഈ വസ്ത്രധാരണത്തോടു കൂടി ചെയ്യുന്നുള്ളത് നിങ്ങളുടെ എല്ലാം ദൃശ്യ ശ്രാവ്യ മാധ്യമ സുഹൃത്തുക്കളുടെ വലിയ സഹകരണവും ഒന്ന് അത് വേണ്ട രീതിയിൽ പൊതുജനത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുക.